പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട കാനജി കുഞ്ഞു മാസ്റ്ററാണ്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവരുടെയും അതേപോലെ വലിയൊരു തലമുറയെ വാർത്തെടുത്ത് നീണ്ട 25 വർഷക്കാലം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത പ്രിയപ്പെട്ട കാനജി മാസ്റ്റർ. കലോത്സവം എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ആ ഗൃഹാത്രത്തോടു കൂടി ഇവിടേക്ക് ഓടി വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം മോശം, സന്തോഷം. ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ എല്ലാവരും, ഷാജിക്ക, വഹാബിക്ക, ആസമാഷ്, ഞങ്ങളൊക്കെ താങ്കളുടെ വിദ്യാർത്ഥികളാണ്. വളരെ സന്തോഷത്തോടു കൂടി താങ്കളെ ഞങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുക. നിങ്ങളൊക്കെ എന്റെ വിദ്യാർത്ഥികളാണെന്നുള്ളത് എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കലോത്സവം എന്ന് കേട്ടപ്പോ എന്താണ് മാഷ്ക്ക് ആദ്യം ഓർമ്മ വന്നത്? പഴയകാല ഓർമ്മകളാണ് വന്നത്. കാരണം അന്ന് ഈ യൂത്ത് ഫെസ്റ്റിവലുകൾ നടക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇൻഡിസിപ്ലിന്റെ പ്രശ്നമാണ്. അത് കൺട്രോൾ ചെയ്യാൻ വലിയ വിഷമമായിരുന്നു. ഡിസിപ്ലിൻ, കുട്ടികളുടെ ഡിസിപ്ലിൻ. ഈ പടിഞ്ഞാറ് ഭാഗത്ത് ധാരാളം ആൾക്കാർ വരും. ഇപ്പം മലപ്പുറം ഭാഗത്ത് പറയുന്നത് ശരിയല്ല, എങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ധാരാളം. അപ്പൊ നമ്മുടെ നാട്ടിൽ മറ്റ് ആസ്വാദനത്തിനുള്ള ഈ ഉത്സവങ്ങളും മറ്റൊന്നും ഇല്ല, വളരെ കുറവായിരുന്നു. ഒന്നീ അമ്പലം അല്ലെങ്കിൽ പള്ളിയിൽ നേർച്ചയൊക്കെ ആവും. പിന്നെ സ്കൂളിലെ ഒരു പ്രശ്നം ഒരു ജനീയ പ്രശ്നം പോലെ. അപ്പൊ ധാരാളം ആൾക്കാർ വരും. ഈ വരുമ്പോൾ പലപ്പോഴും അച്ചടക്കത്തിന്റെ പ്രശ്നമുണ്ടാവും. മറ്റു സ്കൂളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ വലിയ വിഷമമാണ്. പക്ഷെ അത് കൺട്രോൾ ചെയ്ത് പോകും, പ്രശ്നമില്ലാതെ പോകും. അന്ന് സാറ് വളരെ കാർക്കശക്കാരായ അധ്യാപകനാണ്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ഷൂരമായിട്ട് കുട്ടികൾ നന്നായിട്ട് അടിക്കുമെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. സത്യത്തിൽ അത് അന്നത്തെ തലമുറ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അതിന് വല്ല മാറ്റവും സാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ? അന്ന് അങ്ങനെ ചെയ്ത് തെറ്റായി പോകുന്നില്ല. കാരണം അത് കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഒരു പ്രോത്സാഹനം അന്ന് പല കുട്ടികൾക്കും ഇല്ല. ഇന്നങ്ങനെയല്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനായാലും +2 പരീക്ഷ എഴുതാനായിട്ട് എല്ലാ ആൾക്കാരും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ നിന്ന് കിട്ടുന്ന മാത്രമേ, ഒരു പ്രേരണ മാത്രമേ 99% കുട്ടികൾക്ക് ഉള്ളൂ. അല്ലാതെ വളരെ ചെറിയ കുട്ടികൾ, വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഈ വീട്ടിൽ നിന്നുള്ള പ്രയോജനം കിട്ടിയിട്ടുള്ളൂ. ആ സാഹചര്യത്തില് അധ്യാപകരുടെ നിയന്ത്രണം ഇല്ലാതെ കുട്ടികളെ നേരെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് വടിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു കാര്യമുള്ളത്, ഞാൻ വടിയെടുത്ത് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് ആ കുട്ടികളെ ബോധ്യപ്പെടുത്തിട്ട് ശിക്ഷിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനം, കുട്ടിക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ വെറുതെ ശിക്ഷിക്കുന്ന രീതി ഉണ്ടാകുന്നില്ല. പിന്നൊന്നുള്ളത്, പിന്നെ അന്ന് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുണ്ട് സ്കൂളില്. അതുപോലെ അതിന്റെ പേരിലുള്ള സംഘടനകളും. എല്ലാ വിദ്യാർത്ഥികളും എന്നെ അംഗീകരിച്ചിരുന്നു. കാരണം ഒരു രാഷ്ട്രീയമായ ഒരു വിവേചനം ഞാൻ ആരോടും കാണിച്ചിരുന്നില്ല. എല്ലാ സംഘടനക്കാരോടും ഒരുപോലെ തന്നെ പെരുമാറിയിരുന്നു. എനിക്ക് രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളിനകത്ത് എനിക്ക് രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടായിരുന്നില്ല. സ്കൂളിന് പുറത്തേ ഉണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് ബോധ്യം ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ഒരുപോലെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞ കുട്ടികൾ അനുസരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ശിക്ഷിച്ചാൽ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. ഇന്നിപ്പോ ഇവിടെ ഉള്ള നമ്മള് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഏതാണ്ട് യുവജനങ്ങള്, ഒരു 50 വയസ്സിന് താഴെയുള്ളവരെല്ലാം ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ്. അവരിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയം ഏതായാലും ഒരുപോലെ സ്നേഹിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ എടുത്തു പറയാവുന്ന ഒന്നുകൂടെ, പിന്നെ SP VK അബ്ദുൽ ഖാദർ ഉണ്ട്. പിന്നെ അതുപോലെ PP സുനീർ രാജ്യസഭ മെമ്പർ. പിന്നെ ഇവിടെ ഉള്ള സിദ്ദീഖ്, ആറ്റുണ്ണി, ഇവരൊക്കെ തന്നെ എല്ലാം വിദ്യാർത്ഥികളായിരുന്നു. താങ്കളുടെ ഭാര്യ അധ്യാപികയാണ്, 2 മക്കൾ അധ്യാപികയാണ്, മരുമകൻ അധ്യാപികയാണ്, പേരക്കുട്ടിയും മേഖലയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഈ മേഖലത്തെ സാറ് ചേർത്ത് പിടിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ജോലിയുടെ മഹത്വം? എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ് ഇത്. ഞാന് മറ്റൊരു ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അന്നൊരു പക്ഷേ ഞാൻ പാസ്സാകുന്ന കാലത്ത് മറ്റു പലതും കിട്ടും. അതുപോലെ ഞാൻ ആദ്യം പ്രൈവറ്റ് മേഖലയിലെ തിരുവിരങ്ങാടി ഭാഗത്താണ് ജോലിക്ക് വന്നത്. അന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഗൾഫിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. വിദ്യാഭ്യാസമുള്ളവര്, പിന്നെ ആണുങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പൊ ഗൾഫിലേക്കൊക്കെ പോകാൻ വളരെ സാധ്യത ഉണ്ടായിരുന്നു. ഞാൻ താല്പര്യം കാണിച്ചില്ല. നാട്ടുമ്പുറത്ത് തന്നെ ജോലിയായിട്ട് നിൽക്കുന്നുള്ളത്. അതിലൊരു പ്രത്യേകത ഞാൻ കാണുന്നത്, നമുക്ക് ഈ സാമൂഹ്യ സേവനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സേവനം ചെയ്യാൻ കഴിയുന്ന സ്കൂളിലാണ്. പ്രത്യേകിച്ച് അന്ന് കാലഘട്ടത്തിൽ. ഇന്ന് ഈ പണത്തിന്റെ ഒക്കെ കൊഴുപ്പുള്ളതുകൊണ്ട് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളും ധാരാളമുണ്ട്. സാധാരണക്കാരന്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഈ സാധാരണ എയ്ഡഡ് സ്കൂളും ഗവൺമെന്റ് സ്കൂളും ആയിരുന്നു. അപ്പൊ അവിടെ സേവനം ചെയ്യുക,
അവിടെയുള്ള കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വലിയ സാമൂഹിക സേവനമാണ് ഞാൻ മനസ്സിൽ കരുതിയിട്ടുള്ളത്. ആ നിലയിൽ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. 25 വർഷക്കാലം രാഷ്ട്രീയം മനസ്സിൽ സൂക്ഷിച്ച് അത് കുട്ടികളുടെ അടുത്തേക്ക് മാനവിക മൂല്യങ്ങൾ മാത്രം മാഷ് പറഞ്ഞത്. അതിന് ഉദാഹരണമാണ് പി സുനീറും ഇവിടെ ഇരിക്കുന്ന ഷാജിക്ക. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അവരൊക്കെ വളർന്നു വരുന്നത്. ഷാജിക്കാക്ക് എന്താണ് മാഷെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഓർമ്മ എന്താണ്? മാഷെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ പഴയകാല അധ്യാപകരെ ഓർക്കുമ്പോഴേ ഏറ്റവും ആദ്യം ഓർക്കുന്ന എനിക്ക് എപ്പോഴും മനസ്സിൽ ഉള്ളൊരു മാഷാണ് കാലിദ് മാഷ്. ഏത് വിഷയമായിട്ട് നമ്മളൊരു പ്രോഗ്രാം ആണെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള മറ്റുള്ള സംവാദങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വളരെ സാംസ്കാരിക പരിപാടികളാണെങ്കിലും എനിക്ക് ഏതെങ്കിലും പൊതു സമൂഹത്തിലെ മാഷന്മാരൊക്കെ ഇങ്ങനെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ കാലിദ് മാഷ കൂടി. അപ്പൊ കാലിദ് മാഷ് ഇനിയിപ്പോ ഈ സാംസ്കാരിക പരിപാടികളുണ്ടോ ഇല്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അന്ന് മാറ്റിയെടുത്തപ്പെട്ടത്. പക്ഷെ എപ്പോഴും എന്റെ ഓർമ്മയിൽ വരുന്ന മാഷാണ് കാലിദ് മാഷ്. എന്തായാലും ഇവിടെ വരികയും കാരണം മാഷ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ള വിവരം നമ്മൾ ഈ കലോത്സവം തുടങ്ങുന്ന 2 ദിവസം മുന്നേ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. കാരണം മരുമകൻ അൻവർ മാഷ് എന്നോട് ഇത് പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ളത്. അപ്പൊ വളരെ സന്തോഷമായി. എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മാഷാണ് കാലിദ്. അത് ബഹുമാനം എപ്പോഴും ഉണ്ടാവും, മരണം വരെ ഉണ്ടാവും. 25 വർഷം ശേഷം പോയെങ്കിലും മാഷിയുടെ മരുമകൻ ഇവിടെ തന്നെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് വെളിങ്കുടവുമായിട്ട് നല്ല ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കും. അത് മകള് കല്യാണം കഴിച്ച് ഇവിടെ തന്നെയാണ്. അവരുടെ കുടുംബം ഇവിടെ ഉണ്ട്. പിന്നെ ഇളയ മകള് വളാഞ്ചേരിയിലാണ്, അവിടെ ഹയർ സെക്കൻഡറിയിലാണ്. പിന്നെ നാടുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു ബന്ധവും എടുത്തത്. വെളിങ്കുടവുമായിട്ടുള്ള ബന്ധം അവസാനിക്കാതിരിക്കാൻ വേണ്ടിക്കൊണ്ടാണ് തന്റെ മകളെ ഈ പ്രദേശത്തേക്ക് തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചത്. ഈ നാടുമായിട്ട് ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന വളരെ വലിയ ഒരു കാര്യമാണ്. ഏതായാലും മാഷ്ക്ക് ഞങ്ങളൊക്കെ ഹൃദയം നിറഞ്ഞ സന്തോഷവും ഇനിയും നിരവധി വർഷങ്ങളോളം സജീവം നയിക്കുവാനും എല്ലാ മേഖലയിലും മാഷയുടെ സാന്നിധ്യവും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും മാഷ്ക്ക് നൽകുകയാണ്. ഞങ്ങളൊക്കെ അനുഗ്രഹിക്കണമെന്ന് കൂടി മാഷോട് അഭ്യർത്ഥിക്കുകയാണ്.